കീർത്തന എസ് കെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Let's give a big round of applause to Kirtana. From the land of traditions and melodies, Kozhikode emerges a remarkable talent. Kirtana SK. Her journey in music began at a very young age, making her first big mark as the youngest contestant on Asianet Munch Star Singer Junior at just 10 years old, where she secured a spot in the top 10. Kirtana rose to greater heights by winning Asianet Mailani Season 3 in 2013, a testament to her incredible talent. Her playback singing debut in the movie Kannil Kadannur Mathukutti paved the way for an illustrious career in South Indian cinema. She has lent her voice to multiple films including Guardians, Kunjaldo, Jillu, Rameshan Avadhiranand and Alice in Panjaligar. Kirtana's talent was also recognized on competitive platforms like Zee Tamil, Saregama, where she was a semi-finalist, and Zee Kerala, Saregama, where she shone as the runner-up, winning the hearts of millions. Please join us in welcoming the incredibly talented Kirtana SK to the stage. നല്ലൊരു കൈയടി കൊടുക്കാം. Kirtana SK, please come to the stage.
melody, few lines of that song. Hope you all will enjoy. Thank you.
Living Zakaria is an Indian playback singer and music performer. He is the title winner of C Kerala Saregama Season 1. Libin works predominantly in Malayalam film industry. Libin made his debut as a singer with the Malayalam movie Yuva, which had music composed by Gopi Sundar. He has collaborated with various other composers such as Shan Rahman, Jakes Vijay for the movies Kadua, Papan, Padpinu, Kunyello and many more. We welcome on board Mr. Livin Zakaria. ഹേവർ ഹിൽ എന്തേ കുറച്ചൊരു ഹേവർ ഹിൽ നല്ലേ പുറത്തുനിന്നുള്ളവരുണ്ടോ? വരത്തന്മാരുണ്ടോ അവിടെ? ഉണ്ടോ? വരത്തന്മാരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ആ അടിപൊളി, വരത്തന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അടിപൊളി. നിങ്ങളെവിടെ? കേംബ്രിഡ്ജ്? ആ ഓക്കെ, ശരി ശരി. എന്തായാലും സന്തോഷം. നിങ്ങളുടെ പരിപാടിയാണ് വേണ്ടി നിങ്ങൾ ട്രാവൽ ചെയ്ത് പോകുന്നല്ലോ. ഒത്തിരി സന്തോഷം. അവർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം നമുക്ക്. ഇത്രയും ദൂരം നമ്മുടെ അടുത്തേക്ക് വന്നവർക്ക് സുഖമാണ് എല്ലാവർക്കും. എന്താ സുമേഷേട്ടാ ധ്യാനമാണോ അത്? ഫുൾ മറ്റേ കൺവെൻഷൻ മോഡിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഞാൻ വന്നത് പീറ്റർ ചേരാവിനോട് കൂടെയാണ്. അപ്പൊ എനിക്ക് സ്റ്റേജ് വരും പെട്ടെന്ന് ആ ഒരു ഫീല് വരാം. പെട്ടെന്ന് ധ്യാനം മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ സുഖമല്ല എല്ലാവർക്കും? സുഖം. ഇത് ഞാനിവിടെ പറഞ്ഞു തരാം നിങ്ങളെ സ്റ്റാൻഡിങ് ക്രൗഡ് ആക്കാനായിട്ട്. കാരണം എന്താ പറയാ, നിങ്ങളെ പണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച് ഇവിടെ എത്തിയതിനു മുമ്പ് അടിച്ചു വെച്ചിട്ട് പോകുന്ന ഒരു ബാല്യം ഉണ്ടല്ലോ നിങ്ങൾക്ക്, ഇല്ലേ? ഇല്ലേ? അതിൽ നമുക്ക് കയറൂരി വിടണ്ടേ? വേണ്ടേ? ആ പോരട്ടെ. അത് എനിക്ക് ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് കയറൂരി വിടണം എന്ന് പറയുന്നത് തോന്നുന്നത്. നിങ്ങൾക്ക് കയറൂരി വിടണ്ടേ? വേണ്ട വേണ്ടേ? അയ്യോ ചേട്ടൻ സൂക്ഷിച്ചു വരിക മതി, കയറൂരി മുന്നിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ പക്ഷെ ചേട്ടനെ കണ്ടിട്ട് ഡാൻസ് എടുക്കുന്നു. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി. കഴിഞ്ഞ വർഷം കേംബ്രിഡ്ജിലായിരുന്നു പരിപാടി, ഈ വർഷം ഹേവർ ഹില്ലിൽ. സത്യം പറയട്ടെ, ഹേവർ ഹില്ല് ഒരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം കുറച്ച് 2-3 ദിവസമായി ഞങ്ങളോട് വന്നിട്ട് നിങ്ങളിവിടെ കണ്ട് പരിചയപ്പെട്ട എല്ലാ ആളുകളും ഞങ്ങൾക്ക് എന്താ പറയാ മനസ്സിലേക്ക് കയറിയ ആളുകളാണ്. ഒരാളെ പോലും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മോശം പറയാനില്ല. കാരണം എന്റെ ഭാര്യ എപ്പോഴും എന്നോട് പറയും ഞാൻ ഒരു സാഡിസ്റ്റ് ആണ്. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും അതിനകത്ത് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സാധാരണ നമ്മുടെ ടിപ്പിക്കൽ മലയാളിയാണ്, ഒരു വെരി ടിപ്പിക്കൽ മലയാളിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയാ, എന്നിട്ട് പോലും ഞാൻ വളരെ വല്ലാണ്ട് ഇംപ്രസ്ഡ് ആയി. അപ്പോൾ എന്തായാലും അത്രയും എഫേർട്ട് ഇന്ന് ഈ ഒരു അസോസിയേഷൻ ഇവിടെ രൂപീകരിക്കുന്നതിലും നിങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിലും എല്ലാവരും ഈ ഒരു അസോസിയേഷന്റെ ഭാഗമായി നിൽക്കുന്നവരും മാത്രമല്ല ഈ നാട്ടിലെ എല്ലാ മലയാളികളും അതിനു വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടുന്നുള്ള എനിക്ക് ഉറപ്പാണ്. അപ്പൊ എന്തായാലും ഒരു കയ്യടിയൊക്കെ ആവാം. ഞാൻ നിങ്ങളെ പറ്റിയാണ് പൊക്കി പറയുന്നത്, ഇപ്പൊ ഞാൻ ആരെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഒത്തിരി സന്തോഷം. നമുക്കിപ്പോ തുടങ്ങിയാലോ? നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു സെമി ക്ലാസിക്കലൊക്കെ പാടി തുടങ്ങണമെന്നാണ് വിചാരിച്ചത്. കീർത്തന അസാധ്യമായിട്ടൊരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടി തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ സെമി ക്ലാസിക്കലിലേക്ക് ഒന്ന് പോകണം. നമുക്ക് കുറച്ച് വൈബ് പാട്ടുകൾ പിടിച്ചാലോ? വൈബ് അറ്റ് സെയിം ടൈം മെലഡി ആയിട്ടുള്ള കുറച്ച് സാധനം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ. ഷാരൂഖ് ഖാൻ ഫാൻസ് ഉണ്ടോ ഇവിടെ? ദൈവമേ, നിങ്ങളൊക്കെ ആരുടെ ഫാൻസ്? ലാലേട്ടൻ ഫാൻസ്. എങ്ങോട്ടാണ് നമ്മുടെ ഒരു കാലത്തിന്റെ പോക്ക്? അതായത് കഴിഞ്ഞൊരു 10-60 വർഷമായിട്ട് ഇത് തന്നെയാണ് എല്ലാവരും സ്റ്റേജിൽ കയറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പറയാൻ ആരെ കൊണ്ടും പറ്റിയിട്ടില്ല. അതൊരു വല്ലാത്തൊരു കാര്യം തന്നെ. മമ്മൂക്ക ഫാൻസ്. അപ്പൊ ഓക്കെയാണ്, സെറ്റാണ് പരിപാടി, വൈബൊക്കെ സെറ്റാണ്. പോവാം, നമുക്ക് എന്റെ ആദ്യത്തെ പാട്ടിലേക്ക് പോവാം. റെഡി അല്ലേ? റെഡി അല്ലേ? എന്റെ കൂടെ പാടുവോ? ഓക്കെ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പാട്ടാണ്. അപ്പൊ അതിന്റെ ഒരു ഹുക്ക് ഉണ്ട്. ആ ഹുക്ക് എന്റെ കൂടെ നിങ്ങൾ എല്ലാവരും പാടണം. ഞാൻ മൈക്ക് അങ്ങോട്ട് ഇങ്ങനെ വയ്ക്കും. അപ്പൊ പാടുവോ? ഓക്കെ, റെഡി. സുമേഷേട്ടാ അത് കേട്ടിട്ടുള്ള ഒരു എൻജോയ്മെന്റ് ഒന്ന് കാണാനുള്ള ഒന്ന് ശബ്ദം ഉണ്ടായി കേൾക്കുന്നേ. मेरे मन ये बता दे तू किस ओर चला तू
क्या ढूंढ रहा है तू जो है अनसही जो है अनसुनी वो बात क्या है बता क्या कर रहा है പോലെ ശബ്ദം പോലെ മൊത്തം സാറാണ് प्रेम नगर में जीवन नगर में प्रेम नगर में आया नजर में जब से कोई है तू सोचता है तू पूछता है जिसकी कमी भी क्या है वही है हाँ ये वही है हाँ ये वही है के बताए जो है अंतरी जो है सुनी वो बात क्या है बता अल्लाह तो बढ़िया कहे धड़कने तुझसे क्या मितवा ये धुन से तो ना तो छुपा मेरे मन ये बता किस ओर चला है तू क्या पाया नहीं तूने क्या ढूंढ रहा है तू പ്രത്യേകിച്ച് സ്റ്റേജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പണ്ടത്തെ നമ്മുടെ ഈ ചെറുപ്പത്തിലേക്ക് നിങ്ങളൊക്കെ എൻ്റെ ചെറുപ്പത്തില് നിങ്ങൾക്ക് ഒരു 2-3 വയസ്സൊക്കെ മൂത്തായിരിക്കും ഈ ചൈനീസ് ബോൾ എന്ന് പറയുന്ന സാധനം കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ എറിഞ്ഞുകൊണ്ട് അതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു വരും എവിടെ കൊണ്ടിട്ട് ഓർമ്മയുണ്ട ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അത് കാണുന്നുണ്ടോന്ന് അറിയില്ല ഞാൻ ചെറുപ്പത്തിൽ അത് കടിച്ച് തിന്നതിന് എൻ്റെ അപ്പനെ കടിച്ചൊക്കെ ഓർമ്മയുണ്ട് അപ്പോൾ ആ സാധനം പോലെയാണ് നമ്മുടെ ഈ പാട്ട് അതായത് അങ്ങോട്ടൊരു സംഭവം എറിയുമ്പോൾ അത് അതിൽ സ്പീഡിൽ തിരിച്ചു വരണ്ടേ ഒരു സിസ്റ്റർ ഞാൻ എൻ്റെ ഓഡിയൻസിലേക്ക് കാണുന്നുണ്ട് ഈശ്വരിക്കുന്നത് എന്തായാലും സന്തോഷം സിസ്റ്റർ ഇവിടെ വർക്ക് ചെയ്യണത് ഇറ്റലി ഓമിന്ന് ഒരാൾക്കാർ വന്നേക്കാ നമ്മുടെ പരിപാടി ശരിക്കും വയ്യ പിന്നല്ല അതാണ് ഹേവറില്ലാരുടെ ഒരു പവർ എന്ന് പറയുന്നത് അടി കൈ അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ ലാലേട്ടൻ ഫാൻസ് ഇവിടെ ഞാൻ അറിഞ്ഞു ഇവിടെ സിനിമകളൊക്കെ വരാറുണ്ട് ശരിയല്ലേ നിങ്ങൾ എല്ലാ സിനിമയും കാണുന്ന ആൾക്കാരാണ് ഞാനൊക്കെ തിയേറ്ററിൽ പോയിട്ട് കുറച്ചല്ല സമയമില്ലാത്തതുകൊണ്ട് സോറി അപ്പൊ എന്തായാലും പക്ഷെ നിങ്ങൾ സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണാറുണ്ടല്ലോ അല്ലേ ഞാൻ കുറച്ച് പേരാണ് ഇവിടെ പ്രസംഗിക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ നാടിന്റെ ആ ഒരു വൈബ് നമ്മൾ കീപ്പ് ചെയ്യണത് റെഡിയാണോ നമുക്കിതൊരു പൂരപ്പറമ്പിൽ പോയ ഫീൽ കിട്ടണം ഇവിടെ മനസ്സിലായോ അതാണ് നമുക്ക് വേണ്ടത് നമ്മൾ കൊല്ലത്തും കണ്ണൂരൊക്കെ ഒരു പൂരപ്പറമ്പിൽ പോകുന്ന ഫീൽ നമുക്ക് കിട്ടും ഓക്കെ റെഡിയല്ലേ ഇവിടുത്തെ പിള്ളേരൊക്കെ വീട്ടിൽ ചെല്ലുമ്പോ അപ്പനോട് പറഞ്ഞേ എന്തായിരുന്നു അപ്പ ഇന്ന് അവിടെ നിങ്ങൾ എന്തായിരുന്നു ഇങ്ങനെ ചോദിക്കണം അപ്പൊ അതിനൊന്നും അഭിമാനിക്കണം വേണ്ടേ
കുറച്ചേരത്തേക്ക് അഭിമാനിച്ചു എന്തായാലും. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ഇതൊരു മെലഡിയാണ്. കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വളരെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ജോണറിലൂടെ നമ്മൾ പാടുന്നത്. കാരണം പല രീതിയിലുള്ള ഓഡിയൻസ് ഉണ്ട്. അപ്പൊ ഫാസ്റ്റിലേക്ക് നമ്മൾ കൊടുത്താൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് 2-3 പാട്ടും കൂടെ ഉള്ളു നമുക്ക് ഇങ്ങനത്തെ ഒരു വൈബ് മെലഡീസ് ഒക്കെ. അപ്പൊ നമുക്ക് അതും കൂടെ പാടി നമുക്ക് അങ്ങോട്ട് തകർക്കാം. റെഡി അല്ലേ? ഓക്കെ. എന്തൊരു ചേരാട് നെഞ്ചിലെ നേരാട് എന്റെ കിനാവാണ് എന്തിനും നീയാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കളിപ്പൂവേ മുറ്റമിനാകെ പൂത്തൊരിനാട്ടെ പുഞ്ചിരിക്കാറ്റെ മാറും പൂവാറ്റെ കുറുനാട്ടെ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ ഇടപ്പൂമകളെ നീയും പൂന്തനാട് ഇടക്കൊമ്പിളിയായി പെയ്തു തരും തേൻകുടമാണ് ഹരിയോടെ തോറും സ്ഥാപനമാണ്. അറിയാമോ? ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുമാ പകരിലെ വഴികളിൽ വെയിലുമോ കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കളിപ്പൂവേ മുറ്റമിതാകെ പൂത്തൊരിനാട്ടെ ഒന്ന് കൈയടിച്ച് പോകാൻ നമുക്ക് പയ്യെ. മുറ്റത്തൊരു കോണിൽ പച്ചപ്പരമായി ഇഷ്ടക്കുറുന്നോടെ ചേർന്നിരിക്കാം മുത്തുക്കരമാനെ തെറ്റിപ്പിണങ്ങാതെ മുത്തുമിഴി പോലെ ഞാനിരിക്കാം ഒരു തളം പോലെ മനം ചേരും മണിക്കുഞ്ഞോളങ്ങൾ മഴവില്ലായി മാറും ഇവ ചിമ്മാവാനം ഇതു കണ്ടു നിൽക്കും മണിക്കുടിൽ ചുമരുകളിൽ നിറം തുടങ്ങുന്നു ചിരിക്കും എന്തൊരു ചേലാണ് നെഞ്ചിലെ നീരാണ് കൺമണിപ്പോവേ കണ്ണാടിപ്പോവേ കളിപ്പോവേ മുറ്റമിതാകെ പോത്തൊരിനാട്ടെ പുഞ്ചിരിക്കാറ്റെ മാറും പൂവാറ്റെ കുറുനാട്ടെ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ ഇടിപ്പൂമകളെ നീയും പൂന്തണലാണ് ഇടക്കൊമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ് ഹരിയോടെ തൊടും സ്ഥാപനമാണ്. ഒരുമിച്ച് പാടുകേ. ഇതിലെ വാ കനവിലെ ചിറകുമാ പകലിലെ വഴികളിൽ വെയിലുമോ താങ്ക് യു. ഈ സാധനം നമുക്ക് മലയാളികൾക്ക് വളരെ സുപരിചിതമാക്കി തന്ന ആരാ? സ്റ്റീഫൻ ചേട്ടനാണല്ലോ, സ്റ്റീഫൻ ദേവസി അല്ലേ? അപ്പോ നമുക്കറിയാം ഒരു മൈക്രോ സ്റ്റീഫൻ ദേവസിനെ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്.
നമുക്കത് മൈക്രോണോ മാക്രോണോ എന്ന് പറയാം. അപ്പൊ മാക്രോ എന്ന് പറഞ്ഞാൽ കുറച്ച് വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് സുമേഷ് ചേട്ടന്റെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഒരുപാട് വേദികളിൽ ഒരുപാട് ആളുകളെ കയ്യിലെടുക്കി ഒരുപാട് ആളുകളെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ മിഥുൻ ചേട്ടനൊക്കെ ആങ്കർ ചെയ്ത് ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവത്തിലൊക്കെ വന്ന് ഒരുപാട് ആളുകൾക്ക് പരിചയമുള്ള, പ്രത്യേകിച്ച് യു കെയിൽ എനിക്ക് തോന്നുന്നു യു കെയിലെ സകല പഞ്ചായത്തിലും സുമേഷ് ചേട്ടൻ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ആളുകൾക്ക് പരിചയമുള്ള ഒരു കിഡിലും ഗിറ്റാറിസ്റ്റ് ആണ്, കീബോർഡിസ്റ്റ് ആണ്, ബാക്കിംഗ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് വളരെ ഹാർദവമായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാം. നല്ലൊരു കൈയടി. Introducing a man with power, a man with perfection. A vibrant musician. An outstanding performer. Mind-blowing presentation. A marvelous personality. A luminary. Sumesh Kutigal. Guitarist, composer, moreover a record producer, was introduced to the music industry at the age of 16. He has composed more than 800 songs. He has won Illusion Artist Award in the year 2010 for the Best Music Director. Finally, in the year 2016, he received Universal Records Forum's Icon 2016 Award from Ganagandharavan Padma Shri Dr. K.J. Yeshudas. Into the Malayalam film industry through the film Chiladara. He becomes popular as a guitarist through the most popular programs like Comedy Utsavam, Mela Marakatha Swadam, Comedy Stars and many more. Ladies and gentlemen, put your hands together to welcome this personality with flying fingers on the keys. It's none other than Sumesh Kutigal. എന്നാ എൻ്റെ പേര് പറഞ്ഞപ്പോൾ ചെറിയൊരു കൈയടി പോരാ. ഇതാ വേണ്ടത്. ഒരു കാര്യം പറയട്ടെ ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാരാണല്ലോ ഒരു രക്ഷ. എന്നെ പൊടി, എന്നെ സുന്ദരന്മാരാ. അയ്യോ, അത് പറഞ്ഞപ്പോഴായി ചേച്ചിമാര് നിങ്ങൾ അതിലും സൂപ്പറാ കേട്ടോ. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ നിങ്ങൾ കൂടുതൽ കൂടുതലും അറിയാം. കാരണം ഇന്ന് എനിക്കറിയാം, ഇന്ന് ഒരു ഫ്ലാഷ് ന്യൂസ് പോകുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞു കാണില്ല. ഇന്നാരെങ്കിലും വാർത്ത വായിച്ചോ, ന്യൂസ് വായിച്ചോ? അത് 2 പ്രാവശ്യം. അതായത് ഇപ്പോൾ ഒരു ന്യൂസ് വരുന്നുണ്ട്, ഒരു ഫ്ലാഷ് ന്യൂസ്. അതായത് അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ കണ്ടുപിടിച്ചാണ് കൈ അടിക്കുന്നവരുടെ സൗന്ദര്യം വർദ്ധിക്കുമെന്ന്. ഒന്ന് കൈയടിച്ചേ. ഓക്കെ, ഈ കൈയടി എന്ന് പറയുന്നത് ഒരിക്കലും പൈസ കൊടുക്കേണ്ടാത്തൊരു സാധനമാണ് കേട്ടോ. അതുകൊണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ പൊളി അങ്ങോട്ട് തുടങ്ങാം. റെഡിയാണോ? അതിനു മുമ്പ് നമ്മൾ മലയാളികളാണെന്ന് കാണിച്ചു തരാമോ? ഉറക്കുമായിരുന്നു, അതിനെ വരാത്തത്. ഓക്കെ, ഒറ്റ കാര്യമുള്ളൂ, കൂടുതൽ അവകാശവാദങ്ങളൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് തുടങ്ങാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് മാത്രം ഒരു സംഭവത്തിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ എനിക്ക് വേണ്ടത് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഐ നീഡ് യുവർ സപ്പോർട്ട്. ആളുടെ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ഈ 2 കൈ ഫ്രീ അല്ലേ നിങ്ങളുടെ? ഒരു പൈസയും കൊടുക്കണ്ട. അടുത്തിരിക്കുന്നയാളുടെ മോന്തക്കത്തിന് മാത്രം അടിക്കാതിരുന്നാൽ മതി. സ്വന്തം കൈകൾ നമ്മെ കൂട്ടിയിടിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. എന്റെ കൂടത്തിൽ നിൽക്കണം. നമുക്കത് തുടങ്ങിയാലോ?
സുമേഷേട്ടൻ ഈ ഗീതാറ് റോളറിന്റെ കമ്പനി തിരിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇത്രയും കുത്തിയിട്ട് അതിന് ഒരു കുഴപ്പമില്ല. അപ്പൊ കഴിഞ്ഞ വർഷം ഗീതാറ് സുമേഷേട്ടൻ ഒരു രക്ഷയില്ല. സുമേഷേട്ടൻ നല്ലൊരു കഴിവുകളെ. സുമേഷേട്ടൻ സ്ഥിരം പറയാനുള്ള ഒരു ഡയലോഗ് ഉണ്ട്, വടി വെട്ടാൻ പോയിട്ടുള്ളൂ, ബാക്കി ഒന്നും ആയിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് ഒരു അടിപൊളി ഡാൻസ് കണ്ടാലോ? നമ്മുടെ നാട്ടിലും ഇവിടെയും ലോകം മുഴുവനും മലയാളികളുടെ ഇടയിൽ സീരിയലിലൂടെയും അതുപോലെ തന്നെ റിയാലിറ്റി ഷോസിലൂടെ ഒക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള 2 ഡാൻസേഴ്സാണ് നയനയും ഗോകുലും. നയന പല റിയാലിറ്റി ഷോസിന്റെ വിന്നറാണ്. അതുപോലെ തന്നെ ഇന്നിപ്പോ നമ്മുടെ ഏഷ്യാനെറ്റിലൊക്കെ അതുപോലെ തന്നെ മറ്റ് പല ചാനലുകളിലെയും സീരിയലിലൊക്കെ ആക്ട്രസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സുപരിചിതയായിട്ടുള്ളൊരു കലാകാരിയാണ് നയന. നയനോടൊപ്പം നയനയുടെ സ്വന്തം ഭർത്താവ് നമ്മുടെ ഗോകുലും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കിടിലൻ ഡാൻസും ആ ഡാൻസ് മറ്റൊരു പ്രത്യേകതകളുണ്ട്. അതായത് ഇവിടുത്തെ കുട്ടികളും അവരോടൊപ്പം കളിക്കുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികൾ വളരെ എഫേർട്ട് എടുത്ത് അവരുടെ തിരക്കിനിടയ്ക്കും ഒക്കെ അവർ കുറെ സമയം മാറ്റിവെച്ച് കുറെ സമയം അതിനോട് സ്പെൻഡ് ചെയ്ത് അവര് പഠിച്ചെടുത്ത് കളിക്കുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ നല്ല കയ്യടിയും നല്ല സപ്പോർട്ടും അവർക്ക് വേണം. നയനിക്ക് ഗോകുലിന് മാത്രമല്ല ഈ പിള്ളേർക്കും വേണം. അപ്പൊ റെഡിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഡാൻസിലേക്ക് കിടക്കാം. Naina Joseph started her career at a very young age. She was born in Muvattupuzha, went to Christmother High Secondary School in Trivandrum, then did her B.Tech at Mar Basilius College, also in Trivandrum. She is a trained classical dancer. Her first media gig was Super Dancer Junior on Amrita TV in 2007. She got 3rd runner-up. After that, she was in the Kuttichattan serial Surya TV, then the film Pattanathil Bhoodam in the year 2009. She played Isha Talwar's teenage self in Balyakala Sakhi with Shane Mikam. She's been a brand ambassador for Ripple Tea with Kannan Devan. She was a finalist in Munch Dance in Asianet. Participated in Dance Kerala Dance Zee Kerala. She was the first runner-up in Kerala Dance League Amrita TV and a finalist in Dance Jodi Dance Zee Tamil. She won Dancing Stars in Asianet and did ads for Kalyan Silks with Prithviraj and Minister White Munda with Prabhudeva. The actor-dancer is presently playing the character of an auto driver named Radha in the Asianet serial Pavitram. She opened her own dance studio, Nana Sisters Dance Studio. Nana is happily married to her one and only love, the great human being Gokul. Gokul SR is a dancer, choreographer and hip-hop artist based in Thiruvananthapuram. He is recognized as Kerala's first electro dancer. He is representing Ruby's Dance Studio and Nana Sisters Dance Studio. His professional experiences include collaborations with prominent artists in the dance and film industries, notably Deco Dance, Dancing Stars, Kerala Dance League, Dance Kerala Dance, the film Little Hearts and the music video Unaru. He has also served as a choreographer for Managal Manorama serials. A committed educator, he has mentored over 1,000 students in dance. His judging engagements include the Saraswati School Fest, Srishti 2023, Rajagiri College and Ace College, Epoch 2025.
കുട്ടിയടാ നിറയാറാ മണിക്ക് കവി കുറഞ്ഞാടാ എങ്ങനെയുണ്ട്? അതെ, ലണ്ടനിൽ നിന്ന് ഒരാൾക്കാർ വന്നേക്കാണ് പരിപാടിയാണ്. എനിക്ക് വയ്യ. ഇതിപ്പോ എവിടെ UK മുഴുവനുണ്ട്, എവിടെ ഈ ചെറിയ സ്ഥലത്തുണ്ടോ? ഉണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ ചേട്ടന്മാരുടെ മുഖത്തേക്ക് നോക്കുന്നത് സത്യം പറഞ്ഞിട്ട് ഞാൻ CMS കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടോ അവിടുത്തെ ഗ്രേറ്റ് ഹാളിങ്ങിന്റെ ഒരു കുഞ്ഞു ഹാളാണ്. അപ്പൊ അവിടുത്തെ ഹോളിൽ നമ്മളെല്ലാവരും തുള്ളുമ്പോ ഉണ്ടായിരുന്ന ആ ഒരു മുഖത്തെ എക്സ്പ്രഷനും ആ ഒരു വൈബും അതേതാണ് പിന്നല്ല ഞാൻ പഠിച്ച കോളേജിലെ. അപ്പൊ അതുപോലെ അവരാ ബാക്ക് ടു ആ കോളേജ് ലൈഫിലേക്കൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീൽ ഉണ്ടോ? റെഡിയല്ലേ? ഇവരൊന്നും രക്ഷയില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് കൈയടിച്ചേ. ഓക്കെ, നമ്മുടെ റിമി ചേച്ചിയൊക്കെ സ്റ്റേജിൽ പരിപാടി ഉണ്ട്. റിമി ചേച്ചിയൊക്കെ സ്റ്റേജിൽ ആൾക്കാരെ ഓണാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി. ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ തിരിക്കും. വേണോ? ഈ സൈഡിൽ നിന്ന് എല്ലാവരും ഉറക്കെന്ന് വെച്ചേ.
സിസ്റ്റർ പോകില്ല, അതുകൊണ്ടാണ് വെച്ച് ശബ്ദം കുറഞ്ഞു. അപ്പൊ ഈ സൈഡിൽ നിന്ന് ഓർക്കൊക്കെ പോയിക്കേ, അവർ സ്ട്രോങ് ആയി, അവരെ വിട്ടു കൊടുക്കാൻ പറ്റും. ഒന്നാണ് പോയിക്കേ ഇവിടെ. ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങള് ബാലൻസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എഴുന്നേറ്റ് ഡാൻസ് കളിക്കാന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ കളിക്കാട്ടോ. റെഡിയാണോ? എല്ലാവരും പരസ്പരം നോക്കുക. നീ കളിക്കോ. പണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നീ പറയാന്ന് പറയുന്ന പോലെ. അപ്പൊ എന്തായാലും അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ കൂടെ കീർത്തനുണ്ട്. ഈ പാട്ടിന്റെ ലിറിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു പാട്ടോട് കൂടി നമ്മുടെ മെലഡി ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഫുൾ നമ്മൾ വേറെ ഈ പാട്ടറിയുന്ന ഒരു കൊച്ചു കുട്ടി പോലും ഉണ്ടാവില്ല. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പുറത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന് തോന്നലായി, കണ്ടിട്ടും പോരാതായി. ഒട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂപോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊരു മോഹമെല്ലാം ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിലെ പൂമുഖം കണ്ട് കുളവും കൊണ്ട് നല്ലിയ കാറ്റ് കണ്ണാടിക്കുഴലിലെ പൂവിരകൾ
എന്താ എല്ലാവരും ഇങ്ങനെ അനങ്ങാണ്ടിരിക്കണേ? എന്ത് എന്തേത് എന്തേത് എല്ലാരും എന്റെ കൂടെ പാടുവോ? ഓ ഇവിടെ വന്ന ആൾക്കാരൊക്കെ ഒന്ന് കാണാൻ പറ്റും. അവിടെ കൊണ്ട് ലൈറ്റ് എത്ര ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ എല്ലാരും എന്റെ കൂടെ പഠിക്കും. നീ പോടാനുണ്ടോ? എന്തോ ഇങ്ങനെ വിളിച്ച ഒരു കാന്തനും വരില്ല, ഒരു കാന്തനും കൂടെ കൊണ്ടുപോവില്ല. ഒന്നുകൂടെ പാടിയാലോ? കാന്ത ഏത് പൂര വേണ്ടത് നിങ്ങൾക്ക്? തൃശ്ശൂരുകാരുണ്ടോ അവിടെ? ആ ഇത് പറഞ്ഞപ്പോ അതിനോടാണ് ഞാൻ കൈ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരുമിച്ചൊന്ന് പോയാലോ? റെഡിയാണോ സുമേഷേട്ടാ? എന്റെ കൂടെ എല്ലാരും പാടണം. റെഡിയാണോ? ഞാൻ പാടുമ്പോ അതുപോലെ പാടണം. പറ്റുമോ? നമുക്ക് കുറച്ച് സമയം ഒരുമിച്ച് പാടിയാലോ? ഞാനും തൃശ്ശൂർ കുറച്ചുപേര് തൃശ്ശൂർ പൂരത്തിന്റെ മോഡിലേക്ക് എത്തിയിട്ടില്ല. എത്തിയോ? എല്ലാരും എത്തിയില്ലേ? നമുക്ക് ഒന്നോടെ എന്റെ കൂടെ ഇപ്പൊ വരികളൊക്കെ എല്ലാവരും പഠിച്ചില്ല. ഒന്നോടെ നമുക്ക് ഇച്ചിരി സ്പീഡോട് കൂടി പാടി വെക്കല്ലോ.
റെഡിയല്ലേ? പൂരം കാണാൻ എല്ലാവരും ഒന്ന് ചാടിക്കാൻ നിങ്ങളൊരു ഉഷാറാണ്. അടുത്തത് നമ്മുടെ സുമേഷ് ചേട്ടന്റെ സാധനം റെഡിയാക്കി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും